ലക്കും അതുവല്ലക്കും ഫഹദറൂഹും സദഖല്ലാഹു മൗലാനൽ കരീം. ബഹുമാനങ്ങളായ കാരണവന്മാരെ, സഹോദരങ്ങളെ, ഈ പുണ്യമായ ദിനത്തിൽ അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളിയിലേക്ക് കാഫിന് നിയ്യത്തോടുകൂടെ നാം ഇരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യമായ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് റബ്ബ് തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനുകളുടെയും മുഅ്മിനാത്തുകളുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുകൊടുത്തു മാറാവട്ടെ. അവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മക്കളുടെയും കുടുംബങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും നമ്മെയും അവരെയും ഒക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ജീവിതത്തിലെ ഏറ്റവും രസകരമായ, ആനന്ദകരമായ, എല്ലാവരും ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് സമ്പത്തും, മറ്റൊന്ന് സന്താനങ്ങൾ. സമ്പത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്തവർ വളരെ പരിമിതമാണ്, ഉണ്ടാകുമായിരിക്കാം. സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ ഏറെ അത്യാഗ്രഹം നമുക്കെല്ലാവർക്കുമുണ്ട് സന്താനങ്ങൾ എന്ന് പറയുന്നത്. അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീകളിൽപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകും. പക്ഷെ സന്താനങ്ങൾ, ഒരു കുട്ടി ഉണ്ടായി കാണാൻ വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നു. കല്യാണം കഴിഞ്ഞ് 10, 15, 20 വർഷങ്ങളായിട്ടും ഒരു കുട്ടിയില്ലാത്തതിൻ്റെ പേരിൽ മാനസികമായും ശാരീരികമായൊക്കെ തളർന്ന് നിരാശരായി ജീവിതം തന്നെ അർത്ഥമില്ലാത്തതായി ജീവിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ, കുടുംബക്കാരൊക്കെ നമുക്കുണ്ട്. അല്ലാഹു തആല അവരുടെ ഉദ്ദേശം, അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കുമാറാകുന്നു. ഒരു ഭാഗത്ത് അത് നമ്മൾ കാണുമ്പോൾ മറുഭാഗത്ത് മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, വിഷമിക്കുന്ന, മാനക്കേടിലാകുന്ന, തലയുയർത്തി നടക്കാൻ പറ്റാതെ, പുറത്തിറങ്ങാൻ പറ്റാതാകുന്ന മക്കൾ മറുഭാഗം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞത്, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. ഈ സമ്പത്ത്, മക്കൾ എന്നൊക്കെ പറഞ്ഞ് ദുനിയാവിലൊരു ചുർക്കാണ്, ദുനിയാവിലൊരു അലങ്കാരമാണ്, പത്രാസാണ്. അതാരും നിഷേധിക്കുന്ന കാര്യമൊന്നുമല്ല. ആ പത്രാസ് ആഗ്രഹിക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. പക്ഷേ ഇത് അല്ലാഹു തആല തന്നാൽ മാത്രം കിട്ടുന്ന ഒന്നാണ്. അള്ളാഹുവിൻ്റെ വിധിയും അള്ളാഹുവിൻ്റെ തീരുമാനവും അതിനോട് ബന്ധപ്പെടുമ്പോൾ മാത്രമാണ് ഈ മക്കൾ ഉണ്ടാവുക എന്ന് പറയും. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കിട്ടുന്ന ഒന്നല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലില്ലാഹി മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ഉടമസ്ഥത അള്ളാഹുവിനാണ്. യഖ്ലുഖു മാ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല പടയ്ക്കും, സൃഷ്ടിക്കും. അവനാണ് പടയ്ക്കുന്നവൻ, അവൻ മാത്രമാണ് സൃഷ്ടാവ്. യഹബു ലിമൻ യശാഉ ഇനാസൻ, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല പെൺകുട്ടികളെ നൽകും. വയഹബു ലിമൻ യശാഉ ദുഖൂറ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു തആല ആൺമക്കളെ നൽകും. വയുസബ്ബിജുഹും ദുഖ്റാനൻ വഇനാസ, അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഇരട്ടകളെ അല്ലാഹു തആല നൽകും. ഇതൊക്കെ അല്ലാഹു തആല തീരുമാനിക്കുന്നതാണ്. വയജ്അലു മൻ യശാഉ അഖീമ, വേറെ ചിലരെ അല്ലാഹു തആല പ്രസവിക്കാത്തവരാക്കി മാറ്റും. സ്ത്രീകൾക്ക് പ്രസവിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ആ ഭർത്താവിന് മക്കൾ ഉണ്ടാവില്ല. രണ്ടായാലും അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. മക്കൾ ഉണ്ടാവുന്നതും ഉണ്ടാവാതിരിക്കുന്നതൊക്കെ അല്ലാഹുവിൻ്റെ കലയാണ്. അല്ലാഹുവിൻ്റെ തീരുമാനത്തിന് അതീതമായിട്ട് നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും ഒരു കുട്ടി ഉണ്ടാവുക, ഒരു മകനുണ്ടാകുക, ഒരു മകളുണ്ടാവുക എന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ, ദമ്പതികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്, ആഗ്രഹമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അവരെ കൊണ്ടാണ് നമ്മുടെ മാതൃക, നമ്മുടെ പാരമ്പര്യം ഭൂമി ലോകത്ത് നിലനിൽക്കുന്നത്. അല്ല, നമ്മളാരും മരിക്കുന്നതിൻ്റെ മുമ്പ് സ്മാരകം ഉണ്ടാക്കി വെച്ചിട്ട് മരിക്കുന്ന ആളുകളല്ല. നമ്മളെ സ്മരിക്കപ്പെടുന്നത് നമ്മുടെ മക്കളിലൂടെയാണ്. എൻ്റെ വാപ്പാനെ സ്മരിക്കപ്പെടുന്നത് എന്നിലൂടെയാണ്. നിങ്ങളെയൊക്കെ സ്മരിക്കപ്പെടുന്നത് നിങ്ങളുടെ മക്കളിലൂടെയാണ്. ഇത് പാരമ്പര്യമായി തുടരുന്ന ഒന്നാണ്. നമ്മുടെ പരമ്പര നിലനിൽക്കണം. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഇടയിൽ എവിടെയെങ്കിലും മുറിഞ്ഞു പോയാൽ നിരാശാജനകമാണ്, വളരെ പ്രയാസമുള്ള ഒന്നാണ്. മുറിയണമെന്ന് നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. നമുക്കൊക്കെ അല്ലാഹു തആല നമ്മുടെ സന്താന പരമ്പര നിലനിർത്തി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, വളരെ അല്ലാഹു തആല അനുഗ്രഹിക്കുന്ന ഒരു കാര്യമാണത്. പഞ്ചതന്ത്രത്തിൽ പറയുന്നത് പോലെ നജാ വിദ്വാൻ ഉപദ്രവീണ ഗുണയുക്തോ വി തനയഹ,
ന്യായപുത്രേണ മാർഗേണ നജാവിദ്വാൻ ഉപദ്രവീണ ഗുണയുക്തോ തനയഹ. ഒരാൾക്ക് മക്കളുണ്ടാവുക, നല്ല മക്കളുണ്ടാവുക എന്നത് നല്ല മനുഷ്യന്മാർക്ക് കുഞ്ചൻ പേര് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വിത്തവും സൗന്ദര്യവും ഒക്കെ ഉണ്ടെന്നാകിലും വിദ്യയില്ലാതെ സുഖനുണ്ടായാൽ സുഖമില്ല. കാണാൻ ചൊർക്കുണ്ട്, സമ്പത്തുണ്ട്, പക്ഷെ വിദ്യാഭ്യാസമില്ലാത്ത വിവരമില്ലാത്ത മക്കളുണ്ടായാൽ ഒരു സുഖം അതുകൊണ്ട് കിട്ടൂല. ആ മക്കൾ വലിയൊരു ചൊറിച്ചിലായി മാറും, ജീവിതത്തിൽ മുഴുവൻ നിരാശയാകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ മറിച്ചായാലോ, നമ്മൾ വളരെ പുണ്യം ചെയ്യണം. ഒരു മാതാപിതാക്കൾക്ക് മക്കൾ നല്ല മക്കൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാവില്ല. മക്കൾ നന്നാവണമെന്നുണ്ടെങ്കിൽ വളരെ പാടുപെട്ട് നമ്മൾ അധ്വാനിക്കണം, പ്രവർത്തിക്കണം, പ്രാർത്ഥിക്കണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം, പുണ്യങ്ങൾ ചെയ്യണം. വിത്തവും സൗന്ദര്യവും ഒക്കെ ഉണ്ടെന്നാകിലും വിദ്യയില്ലാതെ സുഖനുണ്ടായാൽ സുഖമില്ല. ധ്യാനശീലത്വം കൊണ്ടും ശാസ്ത്ര നൈപുണ്യം കൊണ്ടും മാനനീയനായ ഒരു പുത്രൻ ഉണ്ടാവാൻ ഇപ്പോൾ പുണ്യവാന്മാർക്കേ മറ്റു സംഗതി വരൂ ദൃഢം. മക്കള് ഗുണമുള്ള മക്കളാകണം, മാതാപിതാക്കൾക്ക് പത്രാസ് നൽകുന്ന മക്കളാവണം, കുടുംബത്തിന്റെ അഭിമാനം നിലനിർത്തുന്ന മക്കളാകണം, കുടുംബത്തിന് അപമാനമാകാത്ത മക്കളാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വാപ്പാരും ഉമ്മയൊക്കെ കുറെ പുണ്യം ചെയ്യണം. പുണ്യഹീനന്മാർക്ക് മക്കളുണ്ടായാൽ അവർ ഘോരമാം വിഷം പോലെ, കഠിനമാം സർപ്പം പോലെ, ദാരുണൻ മഹാപാപി തൻകുരം മുടിച്ചിടും എന്നാണ് പഞ്ചതന്ത്രത്തിൽ പറഞ്ഞത്. മാതാപിതാക്കൾ നല്ലവരല്ലെങ്കിൽ, അവർക്ക് നന്മയില്ലെങ്കിൽ ആ മക്കള് മൂർഖം പാമ്പിനെ പോലെ അല്ലെങ്കിൽ കഠിന വിഷത്തെ പോലെ അവർ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കും എന്ന് കവി പറഞ്ഞത് വെറുതെ അല്ല, അല്ലെങ്കിൽ ആ പഞ്ചതന്ത്രത്തിലെ സന്യാസി പറഞ്ഞത് വെറുതെ അല്ല. ഇതങ്ങനെ തന്നെയാണ് നടക്കുക. അതുകൊണ്ട് നമ്മൾ പുണ്യം ചെയ്യണം. നമ്മുടെ മക്കൾ നന്നാവാത്തതിന് നമ്മുടെ മക്കളെ മാത്രം നമ്മൾ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നമ്മളിൽ പുണ്യമുണ്ടോ എന്നാൽ നമ്മുടെ മക്കളിലും ആ പുണ്യം കാണുക തന്നെ ചെയ്യും. ആ നിലയ്ക്കാണ് അല്ലാഹു തആല ഈ അവസ്ഥയൊക്കെ നിലനിർത്തിയിരിക്കുന്നത്. അല്ലാഹു തആല പറയുന്നു, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായിട്ട് അധികരിപ്പിക്കുക. കണക്കൊന്നും വേണ്ട, മാലിയും വേണ്ട, തസ്ബീഹ് വേണ്ട, ഒന്നും എണ്ണണ്ട. നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഖുർആൻ നമ്മളോട് പറയുന്നു, എത്ര ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നുവോ ഇന്നഹു കാന ഗഫാറ, അല്ലാഹു തആല പൊറുക്കുന്നവനാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. ആക്ഷൻ ഉണ്ടെങ്കിൽ ഒരു റിയാക്ഷൻ ഉണ്ടാവും. അങ്ങനെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ യുർസിലി സമാഅ അലൈക്കും മിദ്റാറ, നിങ്ങൾക്ക് അല്ലാഹു തആല മഴ, ഉപദ്രവകരമല്ലാത്ത മഴ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകും. വയുംദിദുകും ബിഅംവാലിൻ വബനീന, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്ന, അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിക്കുന്ന ആളുകൾക്ക് അവരെ അല്ലാഹു തആല സഹായിക്കും. ബിഅംവാലിൻ വബനീന, ഹലാലായ മുതൽ കൊണ്ടും നല്ല മക്കളെ കൊണ്ടും അല്ലാഹു തആല അത്തരം ആളുകളെ സഹായിക്കും. അപ്പൊ ഇസ്തിഗ്ഫാറിന്റെ ഫലമാണ് അത്. നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് അധികരിപ്പിച്ചാൽ നമ്മുടെ മക്കളുണ്ടാവും, നമുക്ക് മുതലുണ്ടാവും. ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാറാണ് അധികരിപ്പിക്കേണ്ടത്. രാവും പകലുമില്ലാതെ എപ്പോഴും അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. ഇത് പാകം നിസ്കാരം കഴിഞ്ഞാൽ ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് നിസ്കരിക്കണവരുടെ കഥയും പറഞ്ഞ് ആ 3 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പോലും ഒഴിവില്ല മനുഷ്യന്മാർക്ക്. ആ പറയണത് തന്നെ ഒരൊറ്റ അക്ഷരം അതിലുണ്ടാവില്ല. അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നാ പറയാ. ആ പറയുന്ന ഇസ്തിഗ്ഫാർ ഒരു ഹർഫ് അതിന്റെ മഖ്റജ് എന്നല്ലാതെ വന്നാൽ എവിടെ കൂട്ടറി അത് ഇസ്തിഗ്ഫാർ ആകുക. സീന് സീനാവണ്ടേ, വൈന് വൈനാകണ്ടേ, ഫാഹ് ഫാഹാകണ്ടേ, ഇതൊന്നുമില്ല. വെറുതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുക. ഒരു സുബ്ഹാനല്ലാഹ് പറയുന്നത് ശരിയാവണില്ല, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് ശരിയാവണില്ല, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ശരിയാവണമെന്ന് നമുക്ക് നിബന്ധനയൊന്നുമില്ല. എന്തൊക്കെയോ കാട്ടിക്കൂട്ട, മാല മറിച്ച് തീർത്താൽ മതി എന്ന കാഴ്ചപ്പാട് മാറണം. നമ്മൾ ചെല്ലുന്ന ദിക്റുകളും ഇസ്തിഗ്ഫാറുകളൊക്കെ അതിന്റെ മഖ്റജിൽ നിന്ന് പറയേണ്ട രൂപത്തിൽ തന്നെ ആവണം. ഞാനൊക്കെ ഇവിടെ നിസ്കരിച്ചു കഴിഞ്ഞാൽ സുബൈക്കൊക്കെ ഉറക്കിയ ദിക്റില്ല. ഉറക്ക ദിക്റിയല്ലിൽ കറാഹത്താന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ വിവരമില്ലാത്തവര് പഠിച്ചോട്ടെ വിചാരിച്ചത്, ആ സുബ്ഹാനല്ലാഹ് പറയാനെങ്കിലും ഒന്ന് പഠിച്ചിട്ടെ വിചാരിച്ചിട്ട് പറയാൻ വേണ്ടി ഞാനത് പറയണവര് നേരാക്കാൻ വേണ്ടിയിട്ട് അവരെ പറയുന്നില്ല. എത്ര കേട്ടിട്ടും പഠിക്കണമെന്നില്ല. അവർ ആ പറയുന്ന രൂപത്തിൽ തന്നെ. ഞാൻ 3 വട്ടം പറയുമ്പോഴേക്കും അവരുടെ 30 വട്ടം തീർന്നിട്ടുണ്ടാവും. പിന്നെ അവർ വെറുതെ ഇരിക്കുക. ഈ ഉസ്താദ് എന്തിനാ അങ്ങനെ നീട്ടണമെന്ന് അവർ വിചാരിക്കുന്നത്. ആ മഖ്റജിൽ നിന്ന് അത് പറയണ്ടേ. ഏതാവട്ടെ, ഞാൻ അത് പറഞ്ഞ് നീട്ടുന്നില്ല. അത് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും.
വയനാട് ഒരു ഗ്രൂപ്പിൽ നിന്ന് ഞാൻ എനിക്കൊരു സുഹൃത്ത് ഒരു ഗ്രൂപ്പിലെ ചർച്ച ചെയ്യുന്ന ഒരു വോയിസ് അയച്ചു തന്നു. എൻ്റെ പ്രസംഗത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് ഒരാൾ കണ്ട അഭിപ്രായം, വയനാട്ടുകാരൻ ഏതോ ഒരാളാണ്, അയാൾ പറയത്ര ഇടയ്ക്കിടയ്ക്ക് ഒരു മസല മൂപ്പർ പറയും, അത് നല്ലൊരു ഉപകാരപ്രദമായ മസലയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറയുന്നുണ്ട്. അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും വിചാരിച്ച് ഞാൻ പറയാം, നമ്മൾ ചെല്ലുന്ന ദിക്റുകൾ അതിന്റെ രൂപത്തിലാവണം. എന്നാൽ ആ അസ്തഗ്ഫിറുള്ളയും ആ അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹും ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ മഖ്റജിൽ നിന്നാവണം. അത് പറയേണ്ട ലഫ്ളുകൾ തന്നെ ആവണം. ലഫ്ള് മാറിപ്പോകാൻ പാടില്ല. അത് സ്വന്തം ശരീരം കേൾക്കണം. ചുണ്ട് അനക്കാതെ ദിക്ർ ചെയ്യാലും റഖീബു അതീദ് എഴുതൂല. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. പറയുന്ന വാക്കാണ് റഖീബു അതീദ് എഴുതുക. ചുണ്ട് അനക്കാതെ ശബ്ദം പുറത്തു വരാതെ എത്ര ദിക്ർ ചെയ്യാലും റഖീബു അതീദ് അത് എഴുതൂല. അത് എഴുതണമെങ്കിൽ ശബ്ദം പുറത്തു വരണം. ഏതാവട്ടെ, ആ നിലയ്ക്ക് നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു തആല മുതലും തരും, മക്കളെയും തരും. അതില്ലാതെ നമ്മൾ 24 മണിക്കൂർ ചെവി ആ കുന്ത കുത്തി വെച്ചിട്ട് എന്താ പേരിലൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഈ പാട്ടും കേട്ടും കൊണ്ട് ഞാൻ നടക്കുക. എന്നിട്ട് എനിക്ക് മക്കളില്ല ഉസ്താദേ ചോരക്കണം. ആര് ചോരന്നിട്ടാണോ എനിക്ക് മക്കളുണ്ടാകുക? നീ മനസ്സിലാകാൻ നോക്ക്. നീ ഒഫലത്തിലാണ്, നീ അള്ളാഹിനെ പറ്റി ബോധമില്ലാതെ ജീവിക്കണത്. പിന്നെ എവിടെയാണ് എനിക്ക് അള്ളാന്റെ ദുആ, അള്ളാന്റെ അനുഗ്രഹം നിനക്ക് കിട്ടുക? ഒപ്പണെങ്കിലും ഒന്ന് കിടക്കപ്പടം കൂടി മനുഷ്യന്മാര് ഉറങ്ങുമ്പോൾ ഒപ്പാടില്ലാന്ന് എനിക്ക് തോന്നുന്നത്. എപ്പോഴും ഈ ശബ്ദങ്ങൾ, ഈ പാട്ടും ഈ പറയുന്ന സംഗീതവും ഇതിങ്ങനെ ചെവിയിൽ അടിച്ചിട്ട് നടക്കുമ്പോ ഇവരെ പറ്റിയാ ഗാഫിലി എന്ന് പറയാ. പിന്നെ അവൻ അള്ളാന്റെ ദുആ സ്വീകരിക്കൂല, അവന്റെ ദുആ അല്ലാഹ് കബൂലാക്കൂല, അവന്റെ ആഗ്രഹം അല്ലാഹ് നിറവേറ്റി കൊടുക്കൂല. ആദ്യം ഗഫലത്തുനിന്ന് ദിക്റിലേക്ക് നമ്മൾ വരണം. അപ്പോഴാണ് നമ്മൾ മുഅ്മിനീങ്ങളാകുക. ഏതാവട്ടെ, ആ നിലയ്ക്ക് വന്നാൽ നമുക്ക് മക്കളൊക്കെ ഉണ്ടാവും. എന്നിട്ടോ നമ്മൾ ദ്വാരക്കണം. പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അയ്യുൻ. അല്ലാഹുവേ, എൻ്റെ ഭാര്യമാരിൽ നിന്നും എൻ്റെ മക്കളിൽ നിന്നും എൻ്റെ കണ്ണ് അവരെ കൊണ്ട് കണ്ണ് കുളിർമയാക്കണേ, സന്തോഷകരമാക്കണേ, എൻ്റെ മക്കളെ നന്നാക്കണേ എന്ന് ഖുർആൻ ദ്വാരക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മളെ. ഇത് ഖുർആൻ പഠിപ്പിച്ച ദ്വായാണ്. ഈ ദ്വാ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ നമ്മൾ ആദ്യമേ ദ്വാരക്കണം. ഒരു വിത്ത് കൊണ്ടുപോയി കുത്തിയിട്ടിട്ട് വന്നാല് പിന്നെ അങ്ങോട്ട് പറിക്കാൻ പോയാൽ പോരാ. പറിക്കാൻ പോണ നേരത്ത് പോയാൽ കുമ്പളങ്ങിയും മത്തനൊന്നും ഉണ്ടാവൂല. ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണം, കള പറിച്ചു കളയണം. വേണ്ട സമയത്ത് വെള്ളമില്ലെങ്കിൽ മഴയില്ലെങ്കിൽ നനയ്ക്കണം. വളമിടുന്ന സമയത്ത് വളമിടണം. എന്നാലേ ഒരു ചെടി വളരൂ, എന്നാലേ അതിൽ കൃഷി ഉണ്ടാവൂ. ഇതൊന്നുമില്ലാതെ ഒരു മകനുണ്ടായി അല്ലെങ്കിൽ മകളുണ്ടായി എന്ന് പറഞ്ഞാണ്ട് അവളൊക്കെ തോന്നിയ പോലെ വിട്ടാല് ആ മക്കൾ എവിടെ നന്നാവാൻ? ആ മക്കളെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാവില്ല. ഇപ്പൊ കണ്ടില്ലേ, ഒരു പട്ടാളക്കാരൻ, നമ്മളൊക്കെ പഠിച്ച് വായിച്ചല്ലോ, ഒരു പട്ടാളക്കാരൻ, അയാൾക്ക് ആകെ ഒരു മകള്. ആ ഒരു മകൾക്ക് വേണ്ടിയാണ് അയാള് ആ കാശ്മീരിലും മറ്റൊക്കെ ആ ഹിമാലയത്തിന്റെ മുകളിലൊക്കെ പോയി ആ തണുപ്പിൽ കിടന്നിട്ട് രക്തം കട്ടയാകുന്ന തണുപ്പിൽ കിടന്ന് സമ്പാദിച്ചത് ആ ഒരു മകൾക്ക് വേണ്ടിയിട്ടാണ്. വേറെ മക്കൾ ഉണ്ടാവണ്ടേ, ഒരു കുട്ടിയും കൂടി വേണ്ടേ എന്നൊക്കെ കുടുംബക്കാർ ചോദിച്ചപ്പോൾ വേണ്ട, എൻ്റെ ഒറ്റ മകൾ മതി, അവൾ എല്ലാത്തിനും തികഞ്ഞവളാണെന്നാ പറഞ്ഞത്. അവസാനം എല്ലാത്തിനും തികഞ്ഞ മകള് അവള് കണ്ടുപിടിച്ച കാമുകന്റെ ഒപ്പം ഇറങ്ങിപ്പോയി. അന്ന് രാത്രി തന്നെ അച്ഛനും അമ്മയും വിഷം കുടിച്ച് മരിച്ചു. മകൾക്ക് മുതലൊന്നും കൊടുക്കണ്ട, ഞങ്ങളുടെ മുതൽ മകൾക്ക് കൊടുക്കരുത്, ഞങ്ങളുടെ ശവം പോലും മകളെ കാണിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ട് മരിച്ചു. എന്തോ വസിയത്ത് എഴുതിയാലും മുതൽ അവൾ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞില്ലേ, ഇനിയിപ്പോ എന്ത് വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല, മകൾ അവൾക്ക് തന്നെ, ഗവൺമെന്റ് മുതൽ പിടിച്ചെടുക്കൊന്നുമില്ല. അതിന്റെ അവകാശം അവൾ തന്നെയാണ്, അവൾ കൊണ്ടുപോകും ആ മുതല്. ഇതാണ് ഇന്ന് അവസ്ഥ. മക്കൾ അവരുടെ വഴിയിൽ തേടി നടക്കുക. മാതാപിതാക്കളെ പറ്റി ഒരു ചിന്ത മക്കൾക്കില്ല, യാതൊരു നിലവാരമില്ല. ഇതിപ്പോ അന്ന് മറ്റന്നാ ഒരു കല്യാണം ഉണ്ട് എന്നും പറഞ്ഞിട്ട് എൻ്റെ അയൽവക്കത്ത് ഇന്നലെ നടന്നിട്ട് കല്യാണം പിടിക്കുക. അയൽവക്കത്ത് ഒരാള് പെട്ടെന്നൊരു കല്യാണം. ഞാൻ കല്യാണം തിങ്കളാഴ്ച അറിഞ്ഞിട്ടുണ്ട്. വാട്സപ്പിൽ വീഡിയോ വന്നിട്ടുണ്ട്, അമ്പലത്തിൽ പോയി മാലയിടുന്ന ഫോട്ടോ എനിക്ക് ആരോ അയച്ചു തന്നിട്ടുണ്ട്. പക്ഷെ വീട്ടുകാരറിയാത്ത പോലെ അഭിനയിച്ചു. ഏട്ടത്തിന് കെട്ടിച്ചിട്ടില്ല. അഞ്ചെത്തി അതിന്റെ മുമ്പേ അവൾക്ക് വേണ്ട ആളെ കണ്ടുപിടിച്ചിട്ട് അമ്പലത്തിൽ പോയി മാലിട്ടു. ഇനിയിപ്പോ അച്ഛനും അമ്മയും അല്ലെങ്കിൽ വാപ്പയും അമ്മയും സമ്മതിക്കല്ലാതെ മാർഗമൊന്നുമില്ലല്ലോ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഈ പാടുപെടുന്നത്. ഏതാവട്ടെ, അല്ലാഹു തആല പറയുന്നു, മക്കൾ നന്നാവണം, നീ ദുആ ചെയ്യണം, നിന്റെ പ്രാർത്ഥന വേണം. മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട്, ഈ ദുആ കൊണ്ട് വലം യുരീദു ബിദാലിക സുബാഹത്തൻ വലാ ജമാലൻ. ഈ പ്രാർത്ഥന കൊണ്ട് മക്കളെ സൗന്ദര്യവും മക്കളുടെ ചൊർക്കൊന്നല്ല. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ഖുർറത അയ്യുൻ,
കണ്ണിന് കുളിർമയേകുന്ന മക്കളാക്കണേ ഞങ്ങളുടെ മക്കളെ എന്ന് കേൾക്കുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലാകിൻ അറാദു അൻ യകൂനു മുതീഇന, മക്കള് മാതാപിതാക്കൾക്ക് വഴിപ്പെടുന്ന മക്കളാവണം, അനുസരണയുള്ള മക്കളാകണമെന്നാണ് ഈ ദുആ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ദുർറുൽ മൻസൂർ ഇമാം സുയൂത്തി അതിന്റെ 6-ാമത്തെ വാള്യം 284-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നതാണ്. ആരാ ഇത് ആഗ്രഹിക്കാത്തത്? നമ്മുടെ മക്കൾ അങ്ങനെ ആവണമെന്ന് നമ്മൾ ദുആ ചെയ്യണം. ആഗ്രഹിച്ചത് കൊണ്ട് കാര്യം പോരാ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ രൂപത്തിൽ അവളെ വളർത്തിക്കൊണ്ടുവരികയും വേണം. പരിശുദ്ധ ഖുർആൻ പറയുക, അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹ അന്നാസു വൽ ഹിജാറ, മനുഷ്യന്മാരെയും ലോകത്ത് ആരാധിക്കപ്പെടുന്ന കല്ലിന്റെ വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങളൊക്കെ കത്തിക്കപ്പെടുന്ന ആ നരകത്തെ തൊട്ട് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ, അല്ലാഹു പറഞ്ഞ ആയത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ പറയുന്നുണ്ട്, അവരെ നരകത്തെ തൊട്ട് കാക്കൽ നമുക്ക് കഴിയുന്ന കാര്യമല്ല. പിന്നെയോ അദ്ദിബൂ വഅല്ലിമൂഹും, ആ മക്കളെ നിങ്ങൾ അദബുള്ളവരും സംസ്കാരമുള്ളവരും സദാചാരബോധമുള്ളവരും ദീനി വിവരമുള്ളവരുമാക്കി നിങ്ങളുടെ മക്കളെ നിങ്ങൾ വളർത്തിക്കൊണ്ടുവരിക. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ ഉദ്ദേശിക്കുന്നതാണെന്ന് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, തഫ്സീർ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ ഉണ്ടാകുക? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവ്വലുമായ തഅല്ലഖു ബിർറജുലി സൗജത്തുഹു വഔലാദുഹു, ഒരു മനുഷ്യൻ നാളെ മഹ്ശറിൽ വരുമ്പോ അവന്റെ കാര്യത്തിൽ ആദ്യം ബന്ധപ്പെടുന്നത് ഭാര്യയും മക്കളുമാണ്. മഹ്ശറിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം വിചാരണയ്ക്ക് വരുന്നത് ഭാര്യയും മക്കളും വരും. എന്നിട്ട് അവർ അള്ളാഹിന്റെ മുമ്പിൽ വന്നിട്ട് പറയും, വയഖൂലൂന, അവര് പറയും, യാ റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഖുദ് ലനാ ഹഖ്ഖന മിൻ ഹാദർ റജുലി, ഈ ദുഷ്ടനിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടേണ്ട അവകാശം നീ വാങ്ങിത്തരണം തമ്പുരാനെ എന്ന് വാപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ വെച്ചിട്ട് ഈ ഭാര്യയും മക്കളും പറയും. അള്ളാഹിന്റെ റസൂൽ പറയാം, എന്താ അവർക്ക് കിട്ടേണ്ട അവകാശം? അള്ളാഹിനോടാണല്ലോ പറയുന്നത്. അനീതി അവിടെ ഉണ്ടാവൂല, കിട്ടേണ്ട അവകാശം വാങ്ങിക്കൊണ്ട. എന്താണ് അവര് പറയുന്നത്? അവൻ, ഈ വാപ്പ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദീന് പഠിപ്പിച്ചു തന്നിട്ടില്ല. ബാക്കിയൊക്കെ ഞങ്ങൾക്കുണ്ട്, ഒരുപാട് വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, ഒരുപാട് ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ എനിക്ക് വാങ്ങി തന്നിട്ടുണ്ട് എൻ്റെ വാപ്പ. പക്ഷേ ദീൻ എൻ്റെ വാപ്പ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല, ദീനി വിദ്യാഭ്യാസം ഞങ്ങൾക്ക് നൽകിയിട്ടില്ല. പിന്നെയോ യുദ്ധമുന, വാപ്പ ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം വാങ്ങി തന്നിട്ടുണ്ട്, വസ്ത്രം വാങ്ങി തന്നിട്ടുണ്ട്, കാര്യമൊക്കെ ശരി തന്നെയായിരുന്നു. പക്ഷേ അതൊക്കെ ഹറാമായിരുന്നു. ഹലാലായ മാർഗത്തിൽ വാപ്പ സമ്പാദിച്ചതല്ല. ഹറാമായ മുതൽ ഞങ്ങളെ കൊണ്ട് തീറ്റിപ്പിച്ചത് ഞങ്ങളുടെ വാപ്പയാണ്. ഇവനായാലും രാണ്ടായാലും ഞങ്ങളതറിയില്ല, ഞങ്ങൾ നിരപരാധികളാ. വാപ്പ കൊണ്ട് തന്നു, ഞങ്ങൾ തിന്നു. വാപ്പ വാങ്ങി തന്നു, ഞങ്ങൾ ധരിച്ചു. വാപ്പ ഹറാമായ മുതലുണ്ടാക്കിയതിന്റെ കുറ്റം വാപ്പാക്കാണ്. ഞങ്ങളെ ഈ നിലയിലാക്കിയത് ഞങ്ങളുടെ വാപ്പയാണ് പടച്ചോനെ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്കെതിരെ നമ്മുടെ മക്കള് നാളെ മഹ്ശറിൽ വന്നിട്ട് നീതിക്ക് വേണ്ടി അള്ളാഹിന്റെ മുമ്പിൽ പരാതിപ്പെടും. അള്ളാഹിന്റെ റസൂൽ പറയുന്നു, ഫയുദ്റബു അലാ കസ്ബിൽ ഹറാം, അങ്ങനെ ഹറാം സമ്പാദിച്ചതിന്റെ പേരിൽ ആ മനുഷ്യന്റെ തലക്ക് ചുറ്റിക കൊണ്ട്, വലിയ ഭീകരമായ ചുറ്റികകൾ കൊണ്ട് അടിക്കപ്പെടുമ്പോ ഹത്താ യൻജലിദ ലഹ്മുഹു, അവന്റെ ഇറച്ചി ശിഥിലമായി തെറിച്ചു പോകുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി, അള്ളാഹിന്റെ റസൂല് പറയുന്നു. ഇറച്ചി ചിന്നിച്ചിതറി പോകും. ആ നിലയിൽ അടി മലക്കുകൾ നമ്മളെ അടിക്കും. എന്തിന്റെ പേരില്? ഈ മക്കളെയും കെട്ടിയോളം തീറ്റിപ്പോറ്റാൻ വേണ്ടി ഹറാമായ മുതല്, നുണ പറഞ്ഞുണ്ടാക്കിയ മുതല്, പറ്റിച്ച മുതല്, തോൽപ്പിച്ച മുതല്, ഹലാലില്ലാത്ത മുതല് നമ്മുടെ മക്കൾക്ക് കുട്ടികൾക്ക് നമ്മൾ തിന്നാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമുക്ക് ഇവിടെയും കിട്ടും, ആഖിറത്തിൽ അതിന്റെ പുറമെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ ഹഖുൽ വലദി അലാ വാലിദിഹി, ഒരു വാപ്പാക്ക് കുട്ടിയോടുള്ള ബാധ്യത അൻയുഹ്സിന ഇസ്മഹു, ആദ്യം തന്നെ പേര് വെക്കുമ്പോ നല്ലൊരു പേര് തന്നെ വെക്കണം. നല്ല പേരായിരിക്കണം കുട്ടികൾക്ക് വെക്കുന്നത്. ദുഷിച്ച അർത്ഥം വരുന്ന, മോശപ്പെട്ട അർത്ഥം വരുന്ന പേരുകൾ നമ്മുടെ കുട്ടികൾക്ക് വെക്കരുത്. പിന്നെയോ അദബഹു, അവന്റെ സംസ്കാരം നന്നാക്കണം. സദാചാരമുള്ള, സംസ്കാരബോധമുള്ള, മനുഷ്യന്മാരോട് പെരുമാറാൻ അറിയുന്ന രൂപത്തിൽ മക്കളെ വളർത്തണം. വയുഅല്ലിമഹുൽ കിതാബത, എഴുത്ത് പഠിപ്പിക്കണം.
വസിബാഹത നീന്താൻ പഠിപ്പിക്കണം. ബാപ്പാന്റെ ബാധ്യത റസൂലുള്ളാഹി പറയാ, നീന്താൻ കുട്ടികളെ പഠിപ്പിക്കണം. വലിമായത്ത അതേപോലെ അമ്പെയ്ത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കണം. അല്ലെങ്കിൽ കുന്തം കൊണ്ട് കുത്താനുള്ള ആയുധ അഭ്യാസം. പണ്ടൊക്കെ പഴയ നമ്മുടെ വയസ്സന്മാരൊക്കെ ചെറുപ്പത്തിൽ കളരി പഠിച്ചവരാ അല്ലേ? ഇവിടെയൊക്കെ പണ്ട് കളരി പഠിപ്പിക്കും. അതാണ് ഈ പറയുന്നത്. അത് ബാധ്യതയാണ്, അല്ലാണ്ട് റസൂല് പഠിപ്പിച്ചു. അപ്പൊ അതൊക്കെ പോയി. ഇപ്പൊ കളരിയില്ല, കറാട്ടിയില്ല, ഒന്നുമില്ല. അതൊക്കെ വേണ്ടതാ. അവനവന്റെ തടി കാക്കാനുള്ള ഒരു യോഗ്യതയ്ക്ക് അവനവൻ ഉണ്ടാവണത് പഠിപ്പിക്കണം മക്കൾക്ക്. അതേപോലെ ഹലാലായ ഭക്ഷണം മാത്രമേ മക്കൾക്ക് നൽകാവൂ, അല്ലാത്ത ഭക്ഷണം മക്കൾക്ക് നൽകാൻ പാടില്ല. മക്കള് ഹലാലായ ഭക്ഷണം തിന്ന് വളരണം. അല്ലാണ്ട് റസൂല് പറഞ്ഞു ഇനി അവൻ വിവാഹത്തിന് പാകമായാൽ അവന് വിവാഹം ചെയ്തു കൊടുക്കണം. അല്ലാണ്ട് റസൂല് പറഞ്ഞു ഇത് വാപ്പാന്റെ ഒരു ബാധ്യതയാണ്, അവന് വിവാഹം ചെയ്തു കൊടുക്കണം. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പെൺകുട്ടികൾ ചാടിപ്പോണു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ എളുപ്പമുണ്ട്. ചാടിപ്പോണം എന്തുകൊണ്ടാ? അങ്ങനെ ഒരു ഗവൺമെന്റ്, അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ടാണ്. 18 വയസ്സിന്റെ മുമ്പ് വിവാഹം ചെയ്യാൻ പറ്റൂല, അല്ലെങ്കിൽ ആണാണെങ്കിൽ 21 വയസ്സിന് മുമ്പ് പറ്റൂല. അതിന്റെ മുമ്പ് 16 വയസ്സ് മുതൽ വ്യഭിചാരം തുടങ്ങാം. അതിന് കുഴപ്പമില്ല. നമ്മുടെ രാജ്യത്തെ നിയമമായി പറയുന്നത് പാത്തുക്കുട്ടി ബിമാരി ആദൽ അലിയുമിന് ദഹബീന്ന് കുട്ടിന്റെ വാപ്പ പറയുകയും കടിത്തൊടുക്കാന്ന് ആ ചെക്കൻ പറയുകയും ചെയ്തിട്ട് അവരൊന്നിച്ച് ജീവിച്ചാൽ ഗവൺമെന്റ് നമ്മളെ പിടിച്ചുകൊണ്ട്. അപ്പൊ വലിയ കുറ്റായി. പള്ളിയിലെ മൂലയിലും കൊടുങ്ങും, പറഞ്ഞു കൊടുത്താൽ ആളും കൊടുങ്ങും, സാക്ഷികളും കൊടുങ്ങും, എല്ലാവരും കൊടുങ്ങും. അതില്ലാതെ അവര് വ്യഭിചരിച്ചിങ്ങനെ നടക്കണമെങ്കിലോ ഒരു കുഴപ്പമില്ല. അതാ നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമം. കാരണം എങ്ങനെയെങ്കിലും മതത്തിന്റെ ചട്ടക്കൂട് സദാചാരമോടെ നശിക്കണം. സദാചാരം ഇല്ലാത്തൊരു സമൂഹം വരണം. അതാ എംഗൽസ് പണ്ടേ പറഞ്ഞത്, കമ്മ്യൂണിസം ആസ് അബോളിസം, എറ്റേണൽ ട്രൂത്ത് ആൻഡ് അബോളിഷൻസ് റിലിജൻ ആൻഡ് മൊറാലിറ്റി. ധാർമ്മികത, സദാചാരബോധമില്ലാത്തൊരു സമൂഹം ലോകത്ത് ഉണ്ടാവണം. അതിലേക്കുള്ള വഴികൾ അവിടെ നടക്കണത്. നമ്മുടെ മക്കളെ ചീത്തയാക്കാൻ വേണ്ടി നോക്ക്. വിവാഹപ്രായം എന്ന് പറയുന്നതിൽ ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ തന്നെ കെട്ടിച്ചു കൊടുക്കണം എന്നൊന്നും അല്ലാത്ത ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ ഹദീസിലുള്ളത് അതുപോലെ പറയാം. പറഞ്ഞില്ല എന്റെ ബാധ്യത എന്ന് എനിക്ക് പറയാം. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നും മനസ്സിലാക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഇഷ്ടം പോലെ 50-ആം വയസ്സിലോ 40-ആം വയസ്സിലോ അല്ലെങ്കിൽ എണിച്ച് നടക്കാൻ വയ്യാത്ത കാലത്തോ കെട്ടിച്ചോളി, അത് വേറെ വിഷയം. അല്ലാണ്ട് റസൂല് പറയുന്നത് എന്താ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുട്ടികളെ 7 വയസ്സായിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അടിക്കണം. 7 വയസ്സ് കഴിഞ്ഞിട്ട് നിസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം. 9 വയസ്സായാൽ കുട്ടികളെ കൂടെ കിടക്കാൻ അനുവദിക്കരുത്. അവർക്ക് വേറെ വിരിപ്പ് വിരിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി കിടത്തണം. ഇനി റൂമിൽ ആ കുട്ടികളെ, ഭാര്യ ഭർത്താക്കന്മാർ കിടക്കുന്ന റൂമിൽ ആ കുട്ടികളെ കിടത്തരുത്. അല്ലാണ്ട് റസൂല് പറഞ്ഞു 17 വയസ്സായാൽ നിങ്ങൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കണം. ആൺകുട്ടിയുടെ വിവാഹപ്രായോട്ടെ ഈ പറയുന്നത്. വിവാഹം ചെയ്യുന്നത് മുഴുവൻ കുട്ടികൾ ഉണ്ടാക്കാനാണ്, മനസ്സിലാക്കണ്ട. അത് ജീവിതത്തിൽ വഴിവഴിച്ചു പോകാതിരിക്കാൻ, അപഭ്രംശം സംഭവിക്കാതിരിക്കാൻ, ദുഷിച്ച ചിന്തകൾ വരാതിരിക്കാൻ, മനസ്സും ശരീരവും ശുദ്ധമാകാൻ അള്ളാഹു നിശ്ചയിച്ച മാർഗമാണ് ഈ പറഞ്ഞത്. ഇമാം ഇബ്നു ഹജർ ഹൈതമി തന്റെ അൽ ഇഫ്സാഹ് എന്ന കിതാബിന്റെ 22-ാമത്തെ പേജിൽ ഉദ്ധരിച്ച ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഈ പെൺകുട്ടിയെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മക്തൂബുൻ ഫി തൗറാത്തി, മൂസാ നബിക്ക് അല്ലാഹ് ഇറക്കി കൊടുത്ത തൗറാത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, മൻ ബലഗത് ഇബ്നതുഹു ഇസ്നതൈ അശറത സന, ആരുടെയെങ്കിലും ഒരു പെൺകുട്ടിക്ക് 12 വയസ്സായാൽ വലം യുസബ്ബിജ്ഹ, ആ പെൺകുട്ടിയെ വാപ്പ കെട്ടിച്ചില്ല, എന്നാൽ ഫൈസമുദാലിക്കലൈഹി, ആ പെൺകുട്ടി ഇനി ചെയ്യുന്ന തെറ്റിനൊക്കെ കുറ്റക്കാരൻ ആ വാപ്പ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ് അതേ ഗ്രന്ഥത്തിന്റെ 28-ാമത്തെ പേജിലും കാണാം. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മുടെ മക്കളെ കെട്ടിക്കണമെന്നല്ല ഞാനീ പറഞ്ഞ കുറ്റം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നമ്മൾ മക്കളെ ശ്രദ്ധിക്കണം. മക്കള് സദാചാര ബോധമുള്ളവരാകണം, പഠിച്ചോനെ പേടിയുള്ളവരാവണം, വിശ്വാസമുള്ളവരാവണം. ആ നിലയ്ക്ക് മക്കളെ വളർത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും അവർ പോണ വഴിക്ക് പോകണമെങ്കിൽ പിന്നെ കെട്ടിയിടൊന്നും വേണ്ട, അതിന് ആത്മഹത്യ ചെയ്യാനും നിൽക്കണ്ട, പോണ വഴിക്ക് പോയിക്കോട്ടെ. നമുക്ക് അത്രയും ഉത്തരവാദിത്തമുണ്ട്. അള്ളാഹിന്റെ റസൂലിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത, നബിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെയൊക്കെ നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് റസൂലുള്ളാഹിക്ക് കഴിയാത്ത കാര്യത്തിൽ നമുക്ക് കഴിയില്ലല്ലോ. നമ്മൾ ചൊല്ലിക്കൊട്, തല്ലിക്കൊട്, തള്ളിക്കള എന്ന് പണ്ട് കാരണന്മാര് പറഞ്ഞ പോലെ പറഞ്ഞു നോക്കുക.
പറഞ്ഞിട്ട് നന്നാവുന്നില്ലെങ്കിൽ രണ്ട് തല്ലി ഓർത്ത് നോക്കുക, തല്ലിയിട്ട് നന്നാവുന്നില്ലെങ്കിൽ ഇനി പോണ വഴിക്ക് വിടുക. നമ്മളതിലൊന്നും ഇടപെടാൻ നിൽക്കേണ്ടത് വലിയ പോയിക്കോട്ടെ. അതിൻ്റെ പേരിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമില്ല. കാലം അങ്ങനെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഇന്നലെ ഒരു ഉസ്താദ് നിക്കാഹ് കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് ഉസ്താദ് പറഞ്ഞു മദ്രസയിൽ ഒരു കുട്ടി ഉസ്താദിന് ഉമ്മാൻ്റെ മൊബൈലിൽ നിന്ന് മെസ്സേജ് അയച്ചു, എനിക്ക് പനിയാണ്, ഇന്ന് ഞാൻ മദ്രസയ്ക്ക് വരുന്നില്ല. അത് ഉമ്മാൻ്റെ മൊബൈലിൽ നിന്ന് കുട്ടി മെസ്സേജ് അയച്ചു. ഉസ്താദ് കുട്ടിക്ക് ലീവ് അനുവദിച്ചു. കമ്മിറ്റിക്കാരിൽ ഏതോ ഒരാൾ ഉച്ചയ്ക്ക് ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഉസ്താദെ ഇന്ന ആളുടെ മകളിന്ന് മദ്രസയിൽ വന്നിട്ടുണ്ടോ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇല്ലല്ലോ, ആ കുട്ടി ഇന്ന് ലീവാണ്, നിങ്ങളായിട്ട് തീരുമാനിക്കല ആ കുട്ടികളുടെ ലീവ് എന്ന് ചോദിച്ചു ഉസ്താദിനോട് കമ്മിറ്റിക്കാരൻ. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാനെന്താ ചെയ്യുക, വീട്ടിൽ പോയി പിടിച്ചുകൊണ്ടുവരാൻ ആവൂലല്ലോ. ആ കുട്ടിൻ്റെ ഉമ്മാൻ്റെ മൊബൈലിൽ നിന്നാണ് കുട്ടി മെസ്സേജ് അയച്ചത് പനിയെന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ലീവ് എന്നല്ലാതെ എന്താ അതിന് പറയേണ്ടി ചോദിച്ചു. എന്നാൽ ആ കുട്ടിക്ക് ഇന്ന് എന്തായിരുന്നു പണി, നിങ്ങൾക്ക് വല്ലതും അറിയോ എന്ന് ചോദിച്ചു ഇയാൾ. എനിക്കറിയില്ല. ആ കുട്ടി കൃത്യമായി മദ്രസന്റെ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ഇന്ന ചെക്കനുമായിട്ട് ആ കുട്ടി ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവരവിടെ കാട്ടിക്കൂട്ടണമൊക്കെ ഞാൻ കാണുകയായിരുന്നു. അതാണ് ഉണ്ടായ സത്യം. അപ്പൊ ഈ ഉസ്താദ് നേരെ കുട്ടീൻ്റെ ഉമ്മാക്ക് വിളിച്ച് അന്വേഷിച്ചു, കുട്ടി മദ്രസയ്ക്ക് വന്നിരുന്നോ? ആ വന്നല്ലോ. എപ്പോഴാണ് അവൾ തിരിച്ചെത്തിയത്? മദ്രസ വിട്ടിട്ട് സാധാരണ വരുന്ന സമയത്ത് അവൾ വന്നല്ലോ. ഇതാപ്പോ നമ്മുടെ കുട്ടികളെ പറ്റി വലിയ മതിപ്പൊന്നും നമുക്ക് വേണ്ട. എൻ്റെ കുട്ടി അങ്ങനെ ചെയ്യൂല, എല്ലാവരുടെയും വിചാരം അങ്ങനെ. എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, ഈ കൂട്ടുകാരോടും കൂടിയിട്ട് കേട് വന്നാലുള്ളൂ എന്നാ ധാരണ തിരുത്തുക. എല്ലാവരുടെ കുട്ടികളും ഈ മൊബൈൽ എന്ന് പറയുന്ന പിശാച് ഇബിലീസ് പണി നിർത്തിപ്പോയിരിക്കുന്നു. ഈ മൊബൈൽ ഇറങ്ങി കൊടുക്കുക. അയാൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഈ ഒരു മൊബൈൽ കൊണ്ട് എല്ലാ പിറ്റണിയും ഇവിടെ നടക്കുക. നമ്മുടെ മക്കളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾ ജീവിക്കുന്ന സാഹചര്യം വളരെ മോശമാണ്. ആ ബോധം നമുക്ക് എപ്പോഴും ഇല്ലായിരുന്നെങ്കിൽ വളരെ അപകടത്തിലേക്കാണ് നമ്മുടെ മക്കൾ പോണത്. പല രൂപത്തിലായി ഇബിലീസ് ഓരോരുത്തരുടെ വീട്ടിലും വരുന്നത് പല രൂപത്തിൽ. ഇപ്പം അടുത്ത് ഞാൻ പള്ളിയിൽ തന്നെ ഇരിക്കുമ്പോൾ ഞാൻ കേട്ടൊരു വാക്കാണ്, കല്യാണത്തിന് സമ്മതിക്കണ്ട കേട്ടോ, ജോലി കിട്ടിയിട്ട് സമ്മതിച്ചാൽ മതി. ഈ ശൈത്താന്റെ പേരാണ് അംഗനവാടി ടീച്ചർ. ഇവർക്കൊക്കെ എന്താ പണി? കുട്ടികളെ എങ്ങനെ കേറി വരുത്താൻ പറ്റുന്ന പാപ്പയും പറഞ്ഞിട്ട് കേട്ടാൻ കുട്ടികളെ കിട്ടൂല. കുട്ടികളെ ഈ ശൈത്താന്മാരാണ് നിയന്ത്രിക്കുന്നത്. ആ നല്ല ബോധം നമുക്കുണ്ടാവുന്നു. നന്നാ ഞാൻ ചുരുക്കട്ടെ. യാമനു പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിങ്ങളെ ഔലാദിക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും അതുവല്ലക്കും, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. അവരാണ് നിങ്ങളുടെ ശത്രു. നിങ്ങൾ അവരെ ഒരുപാട് വിശ്വസിക്കേണ്ട. അവരെ പറ്റി നല്ല നിരീക്ഷണം നിങ്ങൾ എപ്പോഴും നടത്തിയിരിക്കണം. ഒരു നിമിഷത്തെ അശ്രദ്ധ അവരെ വഴിതെറ്റി പോകാൻ ഇടയാക്കും. പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതുകൊണ്ട് ഫഹ്ദറൂഹും, പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്ന ആ ഭാര്യയെയും മക്കളെയും നന്നായി സൂക്ഷിച്ചോളുണ്ടു, നന്നായി ശ്രദ്ധിച്ചോളുണ്ടു. ആ അപകടം ജാഗ്രതയോടുകൂടെ നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതും അള്ളാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നതും നമ്മൾ മറന്നുകൂടാ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹികളിലും സ്വാലിഹാത്തുകളിലും പെടുത്തുമാറാവട്ടെ. തെറ്റുകുറ്റങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അപകടങ്ങളിൽ നിന്നും ഇത്തരം പിഴച്ച ചിന്താഗതികളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളെ അനുസരണയുള്ള മക്കളാക്കി അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകുന്ന, കണ്ണിന് കുളിർമ നൽകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ അള്ളാഹു തആല ആക്കി തീർക്കുമാറാവട്ടെ. അവർക്കും സ്വാലിഹീങ്ങളായ നല്ല കണ്ണിന് കുളിർമയേകുന്ന മക്കളെ കൊണ്ട് നമ്മുടെ മക്കളെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.